ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി കൂടെ ചേർത്ത് മട്ടൻ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് മട്ടനിലേക്ക് കൊത്തും കറിവേപ്പില കൂടെ ചേർത്ത് മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ മട്ടനാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേവിക്കാനായി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേവാൻ ആവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മട്ടൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം എന്നിവ ചതച്ചെടുത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മട്ടൻ വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവാള വെച്ച് മാത്രവും ചെയ്യാം. പക്ഷെ ചെറിയുള്ളി ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മട്ടൻ മസാല. മട്ടൻ മസാല ഓപ്ഷണലാണ്. അത് ചേർക്കുന്നില്ലെങ്കിൽ ബാക്കി എല്ലാ പൊടികളുടെയും അളവ് 1/2 ടീസ്പൂൺ വെച്ച് കൂടുതൽ ചേർത്താൽ മതിയാകും. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്താം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല മട്ടനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതീയിലിട്ട് 10 മിനിറ്റ് ഒന്ന് തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ച് തേങ്ങക്കൊത്തും കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബായ്.